ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾ ആരോഗ്യവകുപ്പ് പൂട്ടി സീൽ ചെയ്തു. സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസും റദ്ദാക്കി. സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ളവയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആരോപണ വിധേയമായ ലാബുകളിൽ പരിശോധന നടത്തിയത്. നിയമപ്രകാരം സ്കാനിംഗിന്റെ റെക്കോർഡുകൾ 2 വർഷം സൂക്ഷിക്കണമെന്നാണ് നിബന്ധന. എന്നാൽ അന്വേഷണത്തിൽ റെക്കോർഡുകളൊന്നും തന്നെ ഒരു സ്ഥാപനം സൂക്ഷിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. 2 ലാബുകളുടെയും ലൈസൻസ് റദ്ദ് ചെയ്തു. സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ളവയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തത്. വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികളുണ്ടാകുക. ആലപ്പുഴ സക്കറിയ ബസാർ സ്വദേശികളായ അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നായിരുന്നു കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, ആലപ്പുഴ.